Hello friends, welcome to our channel. അപ്പോൾ നിങ്ങൾക്ക് ഒരു പവർ ഹബ്ബ് വേണമെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പവർ ബാങ്ക്, അതായത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ട്രാവലിങ്ങുകളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടിയിട്ട്, അതായത് ലാപ്ടോപ്പിനും ഫോണുകൾക്കും അതുപോലെ തന്നെ എല്ലാ ഡിവൈസുകൾക്കും വേണ്ടിയിട്ട് ഒരു പവർ ബാങ്ക്, ടാബ്ലറ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു പവർ ബാങ്ക് പവർ ഹബ്ബ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സാധനമാണ് LDNIO. ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്. പറയുമ്പോൾ ISO സർട്ടിഫൈഡ് ഒക്കെയാണ് കേട്ടോ. അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. സർട്ടിഫിക്കേഷനും സംഭവങ്ങളൊക്കെ ഉള്ള ബ്രാൻഡാണ് പറയുമ്പോൾ, പക്ഷേ ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്. ഇവരുടെ 140 വാട്ടിൻ്റെ ഒരു ചാർജർ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് നമുക്ക് എന്താ പറയുക, അഡാപ്റ്ററായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് പവർ ഹബ്ബായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 2-in-1 ആണ്. 140 ഒരു GAN ചാർജറാണ്, ഗലീലിയം നൈട്രൈഡ് ആണ്. അതുപോലെ തന്നെ നമുക്കിതിൽ മൾട്ടിപ്പിൾ പോർട്സുകൾ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഇന്ത്യൻ പ്ലഗ് ടൈപ്പ് കിട്ടുന്നുണ്ട്, യൂറോപ്യൻ സ്റ്റൈൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ട്രാവലിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ സാധനം നിങ്ങൾക്ക് ബോക്സ് തന്നെ കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. 3999 രൂപയാണ്. ആമസോണിലൊക്കെ ഉണ്ട്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്, അല്ലാണ്ട് പ്രൊമോഷൻ ഒന്നല്ല. ടർബോ പവർ എഞ്ചിൻ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ഡിറ്റക്ഷനും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള 1.5 മീറ്ററിൻ്റെ ഒരു ടൈപ്പ് സി കേബിളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് കേട്ടോ. ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. അതിൻ്റെ പടം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടു. ലാപ്ടോപ്പിനും എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് Qualcomm Quick Charge 5 സപ്പോർട്ട് ഉണ്ട്, Qualcomm Quick Charge 4 സപ്പോർട്ട് ഉണ്ട്, PD ചാർജിങ് സപ്പോർട്ട് ഉണ്ട്, Qualcomm Quick Charge 3 സപ്പോർട്ട് ഉണ്ട്, PPS ചാർജിങ് സപ്പോർട്ട് ഉണ്ട്, AFC ചാർജ് സപ്പോർട്ട് ഉണ്ട്, FCP ചാർജിങ് സപ്പോർട്ട് ഉണ്ട്, SCP സപ്പോർട്ട് ഉണ്ട്. FCP സപ്പോർട്ട് ഉണ്ട്. ഇത് മെയ്ഡ് ഇൻ ചൈന തന്നെയാണ് കേട്ടോ. മാനുഫാക്ചറിങ് ചൈന തന്നെയാണ്. അത് ചൈനീസ് ബ്രാൻഡാണ്. അപ്പോൾ ISO സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട് കണ്ടോ. ലോക്കൽ സാധനമൊന്നുമല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ആൻഗറൊക്കെ പോലെ ഇല്ല, അതുപോലത്തെ ഒരു സാധനമാണ്. ആൻഗറിൻ്റെ അത്ര വരില്ല എന്നാലും. അപ്പോൾ ഇങ്ങനൊരു ബോക്സാണ് അതിൽ വരുന്നത്. എൻ്റെ പടം കാണാനൊക്കെ കൊടുത്തിട്ടുണ്ടോ. നല്ല കിടിലൻ ക്വാളിറ്റി ബോക്സാണ് ഉണ്ട്. അത് വേറെ കാര്യം. നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ അറിയാം, കിടിലൻ ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ നമുക്കിതിൽ US, UK, യൂറോപ്പ് ഇതിൻ്റെ 3 പ്ലഗും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധനം കാണിച്ചു തരാം. ഞാനവിടെ ഉപയോഗിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബോക്സിലൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇങ്ങനെ ഒരു ബോക്സാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ 2 ബോക്സ് ആയിട്ട് കണ്ടോ. ക്വാളിറ്റി കണ്ടോ, അതാണ് ഡിഫറൻസ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലും ടെലിഗ്രാം ചാനലും അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് അയക്കാം, മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം. ഇത് ഞാൻ ആക്ച്വലി എവിടെ നമ്മുടെ പ്ലഗിൽ കണക്ട് ചെയ്തൊക്കെയാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഊരാൻ പറ്റുമോ? ഇത് നമുക്കിങ്ങനെ ഊരാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പ്ലഗ് ആയിട്ട് ഉപയോഗിക്കാം. പ്ലഗിൻ്റെ ഹോൾഡർ നമുക്ക് ആ ബോക്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സാധനം അവിടെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് നോർമൽ പ്ലഗ് ആയിട്ട് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ഉണ്ടോ. ഇവിടെ നമുക്ക് ഇതിൽ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. എത്ര വാട്ടേജ് എടുക്കുന്നുണ്ടെന്നുള്ള ഡിസ്പ്ലേ ഉണ്ട്. 3 ടൈപ്പ് എ പോർട്ടും ഉണ്ട്, 3 ടൈപ്പ് സി പോർട്ടും ഉണ്ട്. എല്ലാം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതാണ്. ടൈപ്പ് 30 വാട്ട് വരെയാണ്. ബാക്കിയുള്ള നമുക്ക് 150 രൂപ കിട്ടും, 100 വാട്ടിന് മുകളിൽ കിട്ടും. അപ്പോൾ 140 വാട്ടിന്ന് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്രയൊക്കെ വാട്ടേജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലൊന്നുമില്ല. ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഹോൾഡറാണ് വരുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ പോർട്സ് ഇവിടെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ വയറും കണക്ട് ചെയ്യാൻ കണ്ടോ. നമുക്കൊരു ലോങ് വയറാണ് അത്. അത് ഞാൻ പറഞ്ഞത് പവർ ഹബ്ബായിട്ട് ഉപയോഗിക്കാം, ഡയറക്റ്റ് ഒരു ചാർജറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പവർ ഹബ്ബായിട്ട് ഉപയോഗിക്കുന്നത്, ഡയറക്റ്റ് ചാർജറായിട്ടല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ നോർമലാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഞാനത് എന്തായാലും ഒന്ന് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസിൽ ഞാൻ ഇപ്പോൾ എൻ്റെ മൾട്ടിപ്പിൾ ഫോൺസുകളും അതുപോലെ തന്നെ ലാപ്ടോപ്പും ചാർജ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുന്നതിന് അറിയുക കണ്ടോ. ഞാനിത് ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടോ. ഇപ്പോൾ നമുക്കിതിലും ഓരോ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ മുകളിൽ നമുക്ക് വാട്ടേജ് കാണിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് പവർ ഓൺ ഓഫ് ബട്ടൺ. ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ഓഫ് ചെയ്ത് വെക്കാൻ കണ്ടോ. ഓഫ് ചെയ്താൽ ഓഫായി, ഓൺ ചെയ്താൽ ഈ സാധനങ്ങളൊക്കെ ഓണായി. ഇപ്പം ഞാൻ ഒരു ചാർജ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഹൈ സ്പീഡ് ചാർജിങ് കേബിൾ വരുന്നുണ്ട്. എവിടെ പോയി ഒരു ബ്രൈഡഡ് കേബിൾ, ഇങ്ങനത്തെ ഒരു ബ്രൈഡഡ് കേബിൾ വരുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആവ്. അപ്പോൾ ഈ കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ കേബിൾസ് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഇപ്പോൾ എക്സാമ്പിളായിട്ട് വിവോൻ്റെയും OnePlusൻ്റെ ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കിട്ടില്ല കേട്ടോ. ഞാൻ ഓൾറെഡി എടുത്ത് പറയാം. ബാക്കി എല്ലാത്തിനും നമുക്ക് സാധനം ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 1 മീറ്റർ വരുന്ന ഒരു കേബിൾ, ബ്രൈഡഡ് കേബിൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിവിടെ കണക്ട് ചെയ്തു. PD ചാർജിങ്ങിൽ കണക്ട് ചെയ്തു, അല്ല ടൈപ്പ് സിയിൽ കണക്ട് ചെയ്തു. ഇപ്പോൾ ഇതെൻ്റെ സാംസങ്ങിൻ്റെ ടാബാണ് S9. അപ്പോൾ ഇത് നമുക്ക് 45 വാട്ട് വരെ സപ്പോർട്ട് ചെയ്തില്ല. എനിക്ക് വേണമെങ്കിൽ ഫുൾ ചാർജ് ഉണ്ടെന്ന് തോന്നുന്നതാണ് കുഴപ്പം.
ഓൾറെഡി 90%. പക്ഷേ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് 45 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഇത് ഓൾമോസ്റ്റ് 90% ബാറ്ററി ബാക്കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ ചാർജിങ് കപ്പാസിറ്റി എടുക്കില്ല. കണ്ടു, ഓൾമോസ്റ്റ് 28 വാട്ട് 26 വാട്ടൊക്കെ നമുക്ക് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ നമുക്ക് വേറെ ഒരു ഡിവൈസ് നോക്കി നോക്കാം. ഇപ്പോൾ ഇതെൻ്റെ ലാപ്ടോപ്പാണ്, മോട്ടോറോളയുടെ ലാപ്ടോപ്പാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കാണിച്ചു തരാം. ഇത് നമുക്ക് 65 വാട്ട് വരെ സപ്പോർട്ട് ഉണ്ട്. 65 വാട്ടല്ല, അതിന് മുകളിലും സപ്പോർട്ട് ഉണ്ട്. പക്ഷേ നമുക്ക് കൂടെ കിട്ടിക്കുന്നത് 65 വാട്ടിൻ്റെ ചാർജറാണ്. അപ്പോൾ ഞാൻ ഇത് എൻ്റെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാണ്. ഞാൻ കണക്ട് ചെയ്തു. നിങ്ങൾക്കിത് പവർ ഡ്രോ എന്ന് കാണാട്ടെ. ഇവിടെ കണ്ടോ 91 വാട്ടൊക്കെ നമുക്കിത് എടുക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്യാം. ഫോക്കസ് ആവൂ. കണ്ടോ 91 വാട്ട് കണ്ടാ. നമ്മുടെ ലാപ്ടോപ്പാണ് കേട്ടോ. ഇതാണ് സംഭവം. ഇനിയിപ്പോൾ ഏതാ നമുക്ക് ഇനി വേണമെങ്കിൽ നമ്മുടെ ഞാൻ വേണമെങ്കിൽ നമ്മുടെ പിക്സൽ ചാർജ് ചെയ്ത് കാണിച്ചു തരാം. പിക്സൽ നമുക്ക് 30 വാട്ട് വരെ, പിക്സൽ 10 ആണ് അതിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് ഇതിലും പക്ഷേ ബാറ്ററി ഉണ്ട്, ഓൾമോസ്റ്റ് 41% ഉണ്ട്. അപ്പോൾ നമുക്കിത് ചാർജ് ചെയ്യാൻ കുത്താം. ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു 30 വാട്ടൊക്കെയാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളത്. അപ്പോൾ ഞാനത് കുത്തി ഇതാ ഇവിടെ ഫാസ്റ്റ് ചാർജിങ് ചെയ്ത് കാണിച്ചു വിട്ടാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം 17 വാട്ട് ഇപ്പോൾ കയറി വരുന്നുണ്ട്. 9 വാട്ടായി, 14 വാട്ട്, 21 25 24 നോർമലി എടുക്കുന്നത്. അത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ബാറ്ററി ബാലൻസ് എത്ര ലെഫ്റ്റ് ഉണ്ടെന്നനുസരിച്ചിട്ടാണ് അത് ഫുൾ പവർ ഡ്രോ ചെയ്യുക. നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പവർ കൂടുതലെടുക്കും. ഫോൺ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതെല്ലാം മിക്ക എല്ലാ ഫോണുകളും സപ്പോർട്ട് ഉണ്ട്, എക്സെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വിവോൻ്റെയും OnePlusൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ആ ചാർജിങ് ടെക്നോളജി സപ്പോർട്ടില്ല. അപ്പോൾ ഞാൻ ഇതും മാറ്റി. ഇപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ ഓൾറെഡി കാണിച്ചു. അപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ ഫോൺ വെച്ച് കാണിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വിവോ X200 Pro ആണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മാക്സിമം 20 വാട്ടൊക്കെ കിട്ടുള്ളൂ കേട്ടോ. കണ്ടു, ചാർജ് ആവും, പക്ഷേ സാധാരണ 20 വാട്ട് വരെ മാക്സിമം കിട്ടുള്ളൂ. ഇപ്പോൾ 9 വാട്ടായി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്ഷനും വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇവരുടെ ടെക്നോളജി വേറെയാണ്. ഈ വിവോൻ്റെയും IQൻ്റെയും ആയിക്കോട്ടെ, OnePlus ആയിക്കോട്ടെ. IQന് പക്ഷേ PD ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് അവിടെ IQ13 ഒക്കെ ഇതുണ്ട്, കറക്റ്റായിട്ട് കാണിക്കുന്നില്ല കണ്ടോ. പക്ഷേ ചാർജ് ആവുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അവരുടെ ടെക്നോളജി പറയാം. 18 വാട്ട് കണ്ടോ. നോർമലി 20 വാട്ട് വരെ മാക്സിമം 29 വരെ പോയിട്ടുണ്ട് കേട്ടോ. 37 വരെ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ അത്ര കാലം ഉപയോഗിച്ചിട്ട് 42 വാട്ട് വരെ എടുക്കുന്നുണ്ട്. 40 വാട്ട് വരെ മാക്സിമം പോകുന്നുള്ളൂ കേട്ടോ. 33 വാട്ടായി. ആദ്യമായിട്ടാണ് ഞാൻ ഇത്. പക്ഷേ ഇത് കറക്റ്റല്ല. അവരുടെ ഈ വിവോൻ്റെയും നമ്മൾ OnePlus കാണാനൊക്കെ കുത്തുമ്പോൾ ഈ PD ചാർജിങ് സപ്പോർട്ടുള്ള ഇതുപോലെ കറക്റ്റല്ല കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 33 വാട്ടാണ് ഡ്രോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ ഡിവൈസുകൾക്കൊക്കെ PD ചാർജിങ് സപ്പോർട്ട് ഉണ്ട്, പക്ഷേ സ്ലോ ആയിരിക്കുന്നു മാത്രം കേട്ടോ. എന്താ വെച്ചാൽ പണ്ടൊന്നും ഇപ്പോൾ അവരുടെ സപ്പോർട്ട് ചാർജ് ആവുന്നല്ല, ഒടുക്കത്തെ സ്ലോ ആയിരിക്കും. ഇപ്പം പക്ഷേ നമുക്ക് അതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 33 വാട്ട് ഡ്രോ ചെയ്യുന്നുണ്ട്. 31 പറയുമ്പോൾ കുഴപ്പമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇവരുടെ നോർമലി 90 വാട്ടും 100 വാട്ടൊക്കെയാണല്ലോ OnePlusഉം വിവോയും നമ്മുടെ ഓപ്പോ ഒക്കെ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റിൻ്റെ പകുതിയുടെ ഒരു കാഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്പീഡ് നമുക്കിപ്പോൾ ഡ്രോ ആവുന്നു. പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓവറോൾ നിങ്ങളുടെ എല്ലാ എന്തൊക്കെ ഡിവൈസുകളുണ്ടോ നിങ്ങൾക്ക് ആക്ച്വലി ട്രാവലിംഗ് പർപ്പസ് ഒക്കെയാണ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഒരു അത് കാണിച്ചാണ് ആക്ച്വലി നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ ഞാനും അത് വാങ്ങിച്ചതാണ്, പ്രമോഷൻ ഒന്നല്ല വാങ്ങിച്ചത്. അതിൻ്റെ ഒരു ഉദ്ദേശം കണ്ടിട്ട് തന്നെയാണ്. ഞാൻ കുറേ ബ്രാൻഡ് നോക്കി, എല്ലാം ഭയങ്കര ഹൈ പ്രൈസും. ബിൽക്കിനൊക്കെ നോക്കുകയാണെങ്കിൽ ഒടുക്കത്തെ പ്രൈസാണ്. ആങ്കർ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്കിത് അതിൻ്റെ പകുതി പ്രൈസിന് കിട്ടും കേട്ടോ. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാങ്ങിക്കാം. ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം. ബൈ.